നമസ്കാരം. ബംഗ്ലാദേശിലെ തീപ്പൊരി നേതാവും ഇന്ത്യ വിരുദ്ധ ചേരിയിലെ പ്രമുഖനുമായിരുന്ന ഉസ്മാൻ ഹാദിയുടെ കൊലയാളികളായ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നതായി സ്ഥിരീകരണം. മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്ന മുഖ്യപ്രതികളെ കണ്ടെത്താൻ ബംഗ്ലാദേശ് പോലീസ് ഇന്ത്യൻ അധികൃതരുടെ സഹായം തേടി. കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വൻതോതിലുള്ള വർഗീയ സംഘർഷങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ഉസ്മാൻ ഹാദിയുടെ കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ ഫൈസൽ കരീം മസൂദും ആലംഗീർ ഷെയ്ഖുമാണ് മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നതെന്ന് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് ശേഷം പ്രതികൾ മൈമൻ സിംഗിലെ ഹലുവഗഡ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നതായി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് അഡീഷണൽ കമ്മീഷണർ എസ്.എൻ. നസ്രുൽ ഇസ്ലാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിർത്തി കടന്നതിന് ശേഷം പുർത്തി എന്ന വ്യക്തിയാണ് ഇവരെ ആദ്യം സ്വീകരിച്ചതെന്നും പിന്നീട് സാമി എന്ന ടാക്സി ഡ്രൈവർ മേഘാലയയിലെ തുര നഗരത്തിലേക്ക് കൊണ്ടുപോയെന്നും ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. പ്രതികളെ സഹായിച്ച പുർത്തിയും സാമിയും ഇന്ത്യൻ അധികാരികളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് അനൗപചാരിക റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം കാത്തിരിക്കുകയാണെന്നും നസ്രുൽ ഇസ്ലാം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കിയ ജൂലൈ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഹാദി. കടുത്ത ഇന്ത്യ വിരുദ്ധതയും അവാമി ലീഗ് വിരോധവുമായിരുന്നു ഹാദിയുടെ രാഷ്ട്രീയ മുഖമുദ്ര. ഹസീനയുടെ പതനത്തിന് ശേഷം ഇൻക്ലാബ് മഞ്ച് എന്ന പാർട്ടി രൂപീകരിച്ച് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് മുഖംമൂടി അണിഞ്ഞ തോക്കുധാരികൾ ഹാദിയെ തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയ്ക്കായി ഇയാളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. ചികിത്സയിലിരിക്കെ ഡിസംബർ 18-നാണ് മരണപ്പെട്ടത്. 32-കാരനായ ഹാദി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇൻക്ലാബ് മഞ്ചിന്റെ മുതിർന്ന നേതാവും ഷെയ്ഖ് ഹസീനയുടെ കടുത്ത വിമർശകനുമായിരുന്നു. ഇന്ത്യക്കെതിരായ വിഷലിപ്തമായ പ്രസംഗങ്ങൾക്ക് ബംഗ്ലാദേശിൽ ഉസ്മാൻ ഹാദി വളരെ പ്രശസ്തനായിരുന്നു. അടുത്തിടെ വടക്കിഴക്കൻ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഒരു ചിത്രം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇയാൾ പങ്കുവച്ചിരുന്നു. മുഹമ്മദ് യൂനുസിനെ പോലെ ഇയാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. 2026-ൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ധാക്ക നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരിക്കെയാണ് ഹാദിക്കെതിരെ ആക്രമണം നടന്നത്. ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടത്. ഇന്ത്യ അനുകൂലികളെന്ന് ആരോപിക്കപ്പെടുന്ന പ്രഥം ആലോ, ദി ഡെയിലി സ്റ്റാർ എന്നീ പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകൾ പ്രക്ഷോഭകാരികൾ തീയിട്ടു. മൈമൻ സിംഗിൽ ഒരു ഹിന്ദു ഫാക്ടറി തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ചൈന, ഉദീബി തുടങ്ങിയ സാംസ്കാരിക സംഘടനകളും ആക്രമിക്കപ്പെട്ടു. പ്രതികളെ വിട്ടുകിട്ടാൻ ഔദ്യോഗികവും അല്ലാത്തതുമായ ചാനലുകൾ വഴി ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഹസീന വിരുദ്ധ പ്രക്ഷോഭകാരികൾക്ക് ഇന്ത്യയിൽ അഭയം ലഭിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തലവേദനയാകുന്നുണ്ട്. അതേസമയം HRCBയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ജൂണിനും 2025 ഡിസംബറിനും ഇടയിൽ ഹിന്ദുക്കൾക്കെതിരെ കുറഞ്ഞത് 71 ദൈവനിന്ദാ കേസുകൾ ബംഗ്ലാദേശിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. റാങ്പൂർ, ചാന്ദ്പൂർ, ചിറ്റഗോങ്, ദിനാജ്പൂർ, ലാൽമോനിർഹട്ട, സുനഗഞ്ച, ഖുൽന, കോമില, ഗാസിപൂർ, തങ്കയിൽ, സിൽഹെറ്റ് എന്നിവയുൾപ്പെടെ 30-ലധികം ജില്ലകളിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും ഹിന്ദു ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഘടനാപരമായ അരക്ഷിതാവസ്ഥയെ ഇത് എടുത്തു കാണിക്കുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളും ആരോപണങ്ങളും ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് 30-ലധികം ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതികളിൽ 90% പേരും 15 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഹിന്ദുക്കളാണ്. രാഗ്പൂരിൽ 17 വയസ്സുള്ള രഞ്ജൻ റോയിയുടെ അറസ്റ്റിനെ തുടർന്ന് ഒരു ജനക്കൂട്ടം 22 ഹിന്ദു വീടുകൾ നശിപ്പിച്ചുവെന്നും ഒരു വ്യക്തിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ പ്രദേശങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. മിക്ക കേസുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയിൽ പലതും ഹാക്ക് ചെയ്തതോ വ്യാജ ഐഡികൾ ഉപയോഗിച്ചതോ ആണെന്നും ഇവർ അവകാശപ്പെടുന്നു.